ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും വേറൊരു ടീച്ചറും കൂടെ കുത്താമ്പുള്ളിയിലേക്കാണ് പോകുന്നത്. അതായത് മായന്നൂർ കടവിൽ നിന്ന് കുത്താമ്പുള്ളിയിലേക്ക് വഞ്ചിയിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വഴിയൊന്നും അറിയണ്ടായിരുന്നില്ല. സാധാരണ വഞ്ചിയിൽ 50 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ആ മായന്നൂർ കടവിൽ നിന്ന് കുത്താമ്പുള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ വഞ്ചിയിലുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കുറേ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ സാധാരണ ഈ മായന്നൂർ ഈ പുഴയിൽ വെള്ളം വേനൽക്കാലത്ത് അധികം ഉണ്ടാവാറില്ല. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കുത്താമ്പുള്ളിയിൽ ഞങ്ങളുടെ കുട്ടികളെ കാണാനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ വീടുകൾ സന്ദർശിക്കുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ കുത്താമ്പുള്ളിയിൽ ഈ കടവ് കടന്നത് നമ്മളൊരു പാടത്തിൻ്റെ നടുവിലൂടെയൊക്കെ കുഞ്ഞൊരു ചെറിയൊരു പുൽമേടൊക്കെ ആയിട്ടുള്ള പാടത്തിൻ്റെ നടുവിലൂടെ നടന്ന് നമ്മൾ കുത്താമ്പുള്ളിയിലേക്ക് പോയി. വലിയൊരു നീണ്ട റോഡാണ് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ നടന്ന് അവിടേക്ക് എത്തുക എന്നുള്ളത് കുറച്ചൊരു വിഷമകരം തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ട് നടന്നു. അപ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ കാണാത്ത ചില പ്രത്യേക തരം പൂക്കളൊക്കെ നമ്മൾ കണ്ടു. ഊട്ടിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള നല്ല വയലറ്റ് കളറുള്ള പൂക്കളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. വളരെ മനോഹരമാണ് കുത്താമ്പുള്ളി ഗ്രാമം. അതുപോലെ ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷത്തിലേക്കും, അതുപോലെ അവരുടെ വീടുകളിൽ എല്ലായിടത്തും ഒരു അമ്പലമുണ്ട്. അവർ പ്രതിഷ്ഠ, ഒരു കുടുംബത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ പല ദേവികളുടെയും ക്ഷേത്രങ്ങൾ, അതൊക്കെ കാണാനായി പറ്റി. എൻ്റെ കുട്ടീനെ കണ്ട സ്ഥലമാണ് കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടീനെ ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടികൾ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. പിന്നെ ഓരോ വീടിൻ്റെയും ഓരോ ഭാഗത്തായി കൈത്തറിയുണ്ട്. അത് വളരെ പ്രത്യേകതയാണ് കുത്താമ്പുള്ളി ഗ്രാമം എന്ന് പറഞ്ഞാൽ കൈത്തറിയുടെ ഗ്രാമം തന്നെ അറിയുന്നത്. ദേവാംഗ വിഭാഗത്തിൽപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തെ രാജാക്കന്മാർ ഇവരെ ഇങ്ങോട്ട് പറിച്ചു നട്ടതാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചില വസ്ത്രങ്ങളൊക്കെ ഇവരുടെ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയുള്ള ഗ്രാമങ്ങൾ ശരിക്ക് വളരെ അഗ്രഹാരങ്ങളുടെ പോലെ ഫീൽ